എല്ലാവർക്കും ലൈവ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ അർജുനന് വേണ്ടി 2 MLA-മാർ വെള്ളത്തിലിറങ്ങിയ സംഭവത്തെക്കുറിച്ചാണ്. അർജുനനെ കാണാതായി ഇന്ന് 11ാം ദിവസമാണ്. കർണാടകയിൽ സജീവമായി അർജുനന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനിടയിൽ അർജുനനെ കാണാതായതിൻ്റെ 2ാം ദിവസം മുതൽ ഇന്നുവരെ അവിടെ സജീവമായിട്ടുള്ള ഈ കാണുന്ന MKM അഷ്റഫ് എന്ന കാസർഗോഡിലെ MLA ആയ മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA ആയ MKM അഷ്റഫ് എന്നവർ അവിടെ എല്ലാ ദിവസവും കഷ്ടപ്പെടുകയാണ്. അർജുനന് വേണ്ടി ഇന്ന് ഇപ്പോൾ വെള്ളത്തിൽ സൈന്യത്തിൻ്റെ കൂടെ അവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. MKM അഷ്റഫ് മാത്രമല്ല, കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ കാർവാർ താലൂക്കിലെ ആ ശിരൂർ എന്ന സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ MLA ആയ ഈ കണ്ട ഒരാൾ, അയാളും കൂടി AKM അഷ്റഫിൻ്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. കർണാടകയിൽ ആദ്യം എല്ലാവരും കർണാടക പോലീസിനെയും ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറച്ചായി മാറുകയാണ്. കാരണം അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ പോലീസുകാരും സഹകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അല്പം വൈകിപ്പോയി എന്ന് മാത്രം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, MKM അഷ്റഫിനെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഭയങ്കര ഹ്യൂമാനിറ്റിയുള്ള ഒരു MLA ആണ്. കാരണം ഇവിടെ കാസർഗോഡിൽ ഈ അടുത്തൊരു സംഭവമുണ്ടായി. മൂപ്പര് MLA ആയതിനു ശേഷം ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരിടത്ത് ആക്സിഡൻ്റ് ആയപ്പോൾ അയാൾ വണ്ടി നിർത്തി അവരുടെ MLA-യുടെ ആ വണ്ടി, സർക്കാർ കൊടുത്ത ആ വണ്ടിയിൽ ആ ആക്സിഡൻ്റ് ആയവരെ കയറ്റിക്കൊണ്ട് അയാൾ തന്നെ സ്വന്തമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ AKM അഷ്റഫ് എന്നവരുടേത്. മൂപ്പര് കർണാടകയിൽ പോകാനുള്ള കാരണം കേരളത്തിലെ ഇടതുപക്ഷമാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ്. സതീശൻ എന്നവരാണ് AKM അഷ്റഫിനെ അങ്ങോട്ടേക്ക് അയച്ചത് എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. AKM അഷ്റഫ് മലയാളവും നല്ല രീതിയിൽ സംസാരിക്കും, അതുപോലെ തന്നെ കന്നഡയും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. കേരള അസംബ്ലിയിൽ വളരെ അധികം ജനശ്രദ്ധ നേടിയ ഒരാളാണ് AKM അഷ്റഫ് എന്നുള്ളത്. കേരളം മൊത്തമായി അറിയുന്ന ഒരാളാണ്. കാരണം മൂപ്പര് ആദ്യം MLA ആയ സമയത്ത് അയാൾ അസംബ്ലിയിൽ MLA സ്ഥാനം സ്വീകരിക്കുന്ന സമയത്ത് അയാൾ വായിച്ചത്, ദൈവത്തിന് മേൽ സത്യം ചെയ്തത് അത് കന്നഡ ഭാഷയിലായിരുന്നു. തിരുവനന്തപുരത്ത് പോയി കന്നഡ ഭാഷയിൽ സംസാരിച്ചതായിരുന്നു. അപ്പോൾ തന്നെ മൂപ്പര് ജനശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷം ഒരുപാട് തവണ താങ്കളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പറയുമ്പോഴും മൂപ്പര് കന്നഡയിൽ കവിതകൾ വായിക്കുകയും അതുപോലെ തന്നെ ലേഖനങ്ങളും, ഇങ്ങനെ ഒരുപാട് കന്നഡകൾ അയാൾ അവിടെ ഉപയോഗിച്ചിരുന്നു. സദസ്സ് മൊത്തമായി വളരെ ആവേശമായിരുന്നു മൂപ്പരുടെ പ്രസംഗം കേൾക്കാൻ. കാരണം മലയാളത്തിൽ നല്ല രീതിയിലും കന്നഡത്തിലും നല്ല രീതിയിലും സംസാരിക്കാൻ പറ്റുന്ന പ്രമുഖ ഭാഷാ പണ്ഡിതനും കൂടിയാണ് MKM അഷ്റഫ് എന്നുള്ളവർ. അതുപോലെ തന്നെ തൻ്റെ മണ്ഡലത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് വേണ്ടി വളരെ ശക്തമായി ശബ്ദിക്കുന്ന ഒരാളാണ് MKM അഷ്റഫ് എന്നുള്ളത്. മൂപ്പര് MLA ആയാലും വളരെ അധികം ഓവറായി എന്നും ജനങ്ങളോട് പെരുമാറാതെ വളരെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജാടയൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള ഒരാളാണ് MKM അഷ്റഫ് എന്നുള്ളവർ. അതാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ കാർവാറിലെ MLA-യും അതുപോലെ തന്നെയാണ് മൂപ്പരും പറഞ്ഞത്, അർജുൻ എന്നവർ മലയാളികളുടെ മാത്രം സഹോദരനല്ല, നമ്മുടെ കർണാടകക്കാരുടെയും സഹോദരൻ തന്നെയാണ്. അതിനുവേണ്ടി അവനെ കിട്ടാൻ വേണ്ടി നമ്മൾ
എന്ത് വേണമെങ്കിലും ചെയ്യും, അത്രയും നമ്മൾ അധ്വാനിക്കും എന്നും പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും അവിടെ തോണിയിൽ ഇറങ്ങി, വെള്ളത്തിൽ ഇറങ്ങി അവന് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഈ കാണുന്ന ചിത്രവും അത് തന്നെയാണ്. AKM അഷ്റഫിനോട് ആ കാണുന്ന പെണ്ണുങ്ങളെ ഇവരും പോലീസുകാർ എന്തോ അക്രമമായി നിർത്തിയിട്ട് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവർ അഷ്റഫിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് അക്രമമാണെന്നറിഞ്ഞപ്പോൾ അവരെതിരെ ശബ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവർക്കെതിരെയായി അതിശക്തമായി ശബ്ദിച്ചു. അതുപോലെ തന്നെ ആ അക്രമത്തിനെതിരെയായി ആ അക്രമത്തിനെ അവിടെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വളരെയധികം, സോഷ്യൽ മീഡിയകളിലൂടെ വളരെയധികം പ്രശംസകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ് അഷ്റഫ് എന്നുള്ളവർ. കാസർഗോഡിലെ മഞ്ചേശ്വരത്തിലെ MLA ആണ്. നല്ലൊരു MLA ആണ്. മൂപ്പര് ഇനിയും ഒരുപാട് തവണ ഇവിടെ സെലക്ട് ആകും എന്ന് ഉറപ്പാണ്. കാരണം മൂപ്പരുടെ ഹ്യൂമാനിറ്റിയാണ് പ്രധാനമായുള്ളത്. നല്ല രീതിയിലുള്ള ഭാഷാ പഠനവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പഠനവും എല്ലാം നേടിയ ഒരാളാണ് MKM അഷ്റഫ് എന്നുള്ളവർ. ക്രിക്കറ്റ് കളി പോലത്തെ കളികൾ മൂപ്പര് ഇപ്പോഴും ജനങ്ങളുടെ കൂടെ പോയി കളിക്കാറുണ്ട്. ആ ഫോട്ടോകൾ, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് MLA-മാരെയും MP-മാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരെയും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ജനങ്ങളുടെ അടുത്തേക്ക് വരാതെ ഇലക്ഷൻ്റെ മുമ്പ് ഒരുപാട് ഗ്യാരണ്ടികളും പറഞ്ഞ് ജയിച്ചതിന് ശേഷം ജനങ്ങളുടെ ഭാഗത്ത് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് MP-മാരും MLA-മാരും അതുപോലെ തന്നെ പല രാഷ്ട്രീയക്കാരും ഇവിടെയുണ്ട്. അവർക്കെതിരെയായി നമ്മൾ പോരാടണം. അർജുനിൻ്റെ തിരച്ചിലിൻ്റെ 11ാം ദിവസമാണ് ഇന്ന്. എന്നിട്ടും അവൻ്റെ ലോറിയോ അതോ അവൻ്റെ ശരീരമോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ പിന്നെയും ശക്തമായി പരിശോധനകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടും എന്ന് നമ്മൾക്ക് വിചാരിക്കാം. എല്ലാ മലയാളികളും കാത്തുകൊണ്ടിരിക്കുകയാണ് അർജുനിൻ്റെ തിരിച്ചുവരവിന്. ജീവനോടെ തന്നെ തിരിച്ചു വരും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അർജുൻ എന്നവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് 28 ടൺ ഭാരമുള്ള മരത്തിൻ്റെ ലോഡുമായിട്ടാണ് ഭാരത് ബെൻസ് എന്ന ലോറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടു എന്നും പറയുന്നു. അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മേലെ നിന്ന് മണ്ണിടിഞ്ഞ് വീണതാണെന്നും പറയുന്നു. എന്താണെന്ന് ശരിക്കും അറിയില്ല. ഇങ്ങനെ നിർത്തിയിട്ട സമയത്തായിരിക്കാം, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം. അപ്പോഴാണ് അവിടെ നിന്ന് മണ്ണിടിഞ്ഞു വീണത്. ഇപ്പോൾ അവരുടെ ലോറിയുടെ ചെറിയ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പുഴയുടെയും മാർഗത്തിൻ്റെയും ബോർഡറിൻ്റെ സ്ഥലത്ത് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം. ഇന്ന് ഇല്ലെങ്കിൽ നാളെ കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്.